അങ്ങനെ 2 മാസത്തെ വെക്കേഷന് ശേഷം ഞങ്ങളിന്ന് തിരിച്ച് സൗദിക്ക് പോകുവാണേ. കൊച്ചി കുവൈറ്റ് ദമാം കണക്ഷൻ ഫ്ലൈറ്റാണ്. മോർണിംഗ് 8:50 കുവൈറ്റ് എയർലൈൻസിനാണ് ഞങ്ങൾ പോകുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ട്രാവലേ ഉള്ളൂ കേട്ടോ എയർപോർട്ടിലേക്ക്. സോ രാവിലെ നേരത്തെ തന്നെ എണീറ്റു, റെഡിയായി, ചെറുതായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒരു ലാസ്റ്റ് മിനിറ്റ് ലഗേജ് ചെക്കിങ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് ഒരു 6:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഓൺലൈൻ ചെക്കിങ് ചെയ്ത് വന്നതുകൊണ്ട് ലഗേജൊക്കെ ഡ്രോപ്പ് ചെയ്ത് സെക്യൂരിറ്റി ചെക്കിനും കഴിഞ്ഞ് കുറച്ച് ടൈം ഗേറ്റിൽ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ബോർഡിംഗ് ടൈം സ്റ്റാർട്ടായിട്ടോ. എത്ര പെട്ടെന്ന് 2 മാസം കഴിഞ്ഞു പോയേ. കസിൻ്റെ കല്യാണവും തായ്ലൻഡ് ട്രിപ്പും ഫാമിലി മീറ്റപ്സും ഒക്കെ ആയിട്ട് ഒരു മെമ്മറബിൾ വെക്കേഷൻ അങ്ങനെ കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല. തിരിച്ചു പോക്ക് എപ്പോഴും ഇത്തിരി സങ്കടം തന്നെയാണ്, എന്നാലും പോവാതെ പറ്റില്ലല്ലോ. അങ്ങനെ ഒരിക്കൽ കൂടി നാടിൻ്റെ പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ട് മണലാരണ്യത്തിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ തുടങ്ങാണ് കേട്ടോ. കുറച്ച് നേരം മൂവിയൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് മീലൊക്കെ സെർവ് ചെയ്തായിരുന്നേ. നോൺ വെജ് മീലായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ബണ്ണും ബട്ടറും പിന്നെ എഗ് ബുർജിയും പൊട്ടറ്റോ മസാലയും സോസേജും ഒക്കെ ആയിരുന്നു. എവ്രിതിങ് വാസ് ഹോട്ട് ആൻഡ് യം. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ടീ ആൻഡ് കോഫിയൊക്കെ സെർവ് ചെയ്തിട്ടോ. ഇച്ച ഒരു ചൂട് ചായയും ഞാനൊരു കോഫിയും കുടിച്ചു. പിന്നെ കണ്ടുകൊണ്ടിരുന്ന മൂവിയൊക്കെ കണ്ടിന്യൂ ചെയ്തു. കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരുന്നപ്പോഴേക്കും കുവൈറ്റ് എത്തി കേട്ടോ. കുവൈറ്റിൽ നമുക്കൊരു 2 hours ലേ ഓവർ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ടൈമാണേ ഞങ്ങൾ കുവൈറ്റ് കണക്ഷൻ ഫ്ലൈറ്റിന് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് ചുളുവിൽ കുവൈറ്റിലും ഒന്ന് കാല് കുത്തി എന്ന് പറയാം. ഫ്ലൈറ്റിൽ നിന്നിറങ്ങി എയർപോർട്ടൊക്കെ ഒന്ന് കറങ്ങി നടന്ന് കണ്ട് ഒന്ന് ഫ്രഷൊക്കെ ആയി വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചിരുന്നപ്പോഴേക്കും കുവൈറ്റ് ദമാം ഫ്ലൈറ്റിനുള്ള ടൈമായി കേട്ടോ. ഇവിടുന്ന് ഒരു 1 hour ട്രാവൽ കൂടിയുള്ളൂ കേട്ടോ ഞങ്ങൾക്ക് ദമാമിലേക്ക്. ഓൺ ടൈമിൽ തന്നെ ബോർഡിനൊക്കെ ചെയ്തു കേട്ടോ. ടേക്ക് ഓഫ് ചെയ്ത ഉടനെ തന്നെ ലഞ്ചൊക്കെ സെർവ് ചെയ്തായിരുന്നു. നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ട് ഇഫ്താർ കിറ്റായിരുന്നു കേട്ടോ. ഡേറ്റ്സും കട്ട് ഫ്രൂട്ട്സും ചിക്കൻ സാൻഡ്വിച്ചും ഒരു സ്വീറ്റും പിന്നെ ഒരു ബോട്ടിൽ വെള്ളവും വേറൊരു ബോട്ടിൽ ലസ്സിയും. അതൊക്കെ കഴിച്ചിരുന്നപ്പോഴേക്കും ഞങ്ങൾ ദമാം എത്തിയിട്ടോ. ലഗേജൊക്കെ കളക്ട് ചെയ്ത് ഞങ്ങൾ പതുക്കെ വീട്ടിലേക്ക് പോന്നു.